ഇപ്പം ന്യൂനപക്ഷ പ്രകടനം പോയി മെജോറിറ്റി പ്രകടനമായോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ്. ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ്. അത് ജാതിമത ഭേദ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ മതസ്ഥർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. സാധാരണ അവിടെ എത്തുന്ന ഭക്തർ വാവരെ കണ്ടാണ് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത്. അത്രമാത്രം മതമൈത്രി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത്. ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലുള്ളവർക്ക് താല്പര്യമാണ്. കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവർക്കും താല്പര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ല, ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്തതാണല്ലോ. അതായത് ഇവരുടെ എല്ലാം നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തത്. അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്നൊരു നിലപാടെടുത്തല്ലോ. അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും. ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ. ഭക്തരായിട്ടുള്ളവർ, അയ്യപ്പൻ്റെ ആളുകൾ, അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ. നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം. ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പൊ തൽക്കാലം നിർത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.